അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഇസ്മിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തായിരുന്നു, ഞാൻ ഒരു ഇസ്മി ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചു എന്നുള്ളത്. ഈ ഇസ്മിനെക്കുറിച്ച് അറിയാനിടയായത് ഒരു വീഡിയോ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു ഉസ്താദ് പറയുന്നൊരു വീഡിയോ ആണ്. അത് ആ ഇസ്മ 15 പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നുള്ളതാണ്. ആ ഒരു ഇസ്മിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി അസ്മാഉൽ ഹുസ്നയുടെ ജേർണലിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ആ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളൊന്ന് ചൊല്ലി നോക്കാം എന്നുള്ള രീതിയിൽ ഞാനൊരു 15 പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്തു ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ. ബട്ട് അത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ദുആ ചെയ്തു. അൽഹംദുലില്ലാ, അടുത്ത ദിവസം ഇതേ സമയം ഈ ആഗ്രഹം സഫലീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ ഈ ഒരു ഇസ്മിന് ഇത്രത്തോളം പ്രത്യേകത ഉണ്ട് എനിക്കറിയാം. അതുകൂടാതെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ബെനിഫിറ്റ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡി ആയത്. അൽഹംദുലില്ലാ. അതുപോലെ നിങ്ങൾക്കും ഈ ഇസ്മിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ഇസ്മി ഇതാണ്: യാ മാലിക്കുൽ മുൽക്കു യാ വൽ ജലാലി വല്ലിക്കറാം യാ അല്ലാ. ഇത് ഓൾറെഡി ഇസ്ലാമിക് ചലഞ്ചിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 15 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാ ഐശ്വര്യം ഉണ്ടാകും. ഇൻഷാ അല്ലാ ഞാനും പതിവാക്കും എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരുടെ ആഗ്രഹങ്ങളും 1-2 ദിവസം കൊണ്ട് സാധിപ്പിച്ച് കിട്ടുമെന്നല്ല. ബട്ട് ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ മാക്സിമം കൊടുത്ത് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നൊരു സഹായം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും അതേപോലെ കുറേ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സന്തോഷങ്ങൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ദുഃഖങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. എത്ര ദുഃഖങ്ങളുണ്ടായാലും സന്തോഷം ഉണ്ടായാലും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹുവിന് ചില സമയങ്ങളിൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമ വേണം. അതുപോലെ നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന മുസീബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും അതുപോലെ അതിന് കൂലി കിട്ടുകയും അതിനേക്കാളും നല്ല ഖൈറായ കാര്യം നമുക്ക് അള്ളാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇൻഷാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുകയും എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.